ശ്യാംകുമാർ, നോക്കൂ, CPM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് റോഡ് ഷോ തുടങ്ങി പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. കോൺഗ്രസ് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെന്ന് വീണ്ടും ആവർത്തിക്കുന്നു. ചിത്രത്തിലേ കാണുന്നില്ല NDA. ഒരു നേതാവിന്റെ പോലും പ്രതികരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളാണ് ആരോപണ വിധേയരായി നിൽക്കുന്നത്. പക്ഷേ ഇതിപ്പോ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തന്നെ അടിയേറ്റോ? ഞാൻ ന്യൂസ് 8 ആദ്യമായിട്ടല്ലല്ലോ, അപ്പോൾ അവരോടൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയും. ഒരു കാര്യം. 2, നോക്കൂ, തെരഞ്ഞെടുപ്പ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ എത്രമാത്രം മുൻ തവണകളെ അപേക്ഷിച്ച് എത്രമാത്രം മുമ്പോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ താങ്കളും മാധ്യമം എന്നുള്ള രീതിയിൽ ന്യൂസ് 8 കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ 24 മണിക്കൂർ ശേഷമാണ്, 26 മണിക്കൂർ ശേഷമാണെന്നുള്ളത് നാളെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ടാവും. വളരെ വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതിലൊന്നും ഒരു സംശയം ആർക്കും വേണ്ട. നോക്കൂ, ഇവിടെ കേരളത്തിൻ്റെ ഒരു പരിതസ്ഥിതിയിൽ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളും മുൻപത്തെ പോലെയാണോ BJPയെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? മുൻപത്തെ പോലെയാണ് BJPയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കരുതുന്നത്? അങ്ങനെയല്ല. വലിയ രീതിയിലുള്ള BJPയുടെ വിജയത്തെക്കുറിച്ചിട്ടും BJP എത്രമാത്രം മുമ്പോട്ട് പോകും, എവിടെ വരെ മുമ്പോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ചർച്ച നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുൻകാല പൊസിഷനിൽ നിന്ന് ഞങ്ങൾ ബഹുദൂരം മുമ്പോട്ട് പോയിരിക്കുന്നു. ജനങ്ങളുടെ മനസ്സിലായിക്കോട്ടെ, ചർച്ചകളിലായിക്കോട്ടെ, ഞങ്ങളുടെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ബഹുദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാർ വരിക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ല. നിങ്ങളിപ്പോൾ നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇത്ര കാലം NDA എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു സംവിധാനം എങ്ങനെയായിരുന്നു? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ NDA എത്ര വലിയ രീതിയിലാണ് ഞങ്ങൾ വിപുലീകരിച്ചിട്ടുള്ളത് നോക്കൂ. ഇപ്പോൾ BDJS മാത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ 2020 ഞങ്ങളോടൊപ്പം വരുന്നു. ഇന്നിപ്പോൾ കുന്നത്തുനാട് അതിൻ്റെ ഒരു വലിയൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വലിയ ഒരു രീതിയിൽ NDA എന്ന് പറയുന്നത് ഞങ്ങളുടെ സംവിധാനവും വലിയ രീതിയിൽ വിപുലീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ തരത്തിലുള്ള, അതായത് കേരളത്തിലെ ഇടതുപക്ഷമോ അല്ലെങ്കിൽ UDF അല്ല, യഥാർത്ഥത്തിൽ വികസനവുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. കേരളം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ കേരളത്തെ തച്ചു തകർത്ത ഇടതുപക്ഷത്തെയും UDF-നെയും അതിന് പകരം മറ്റൊരു മൂന്നാം മുന്നണിയായിട്ട് NDA കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഒന്ന്, എന്തിനാണ് ഈ ഇരു മുന്നണികളെയും തിരഞ്ഞെടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നുണ്ട്, എന്താണ് UDF-ന്റെ കാലഘട്ടത്തിൽ ഒരുപാട്, LDF-ന്റെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ശബരിമല വിഷയമായിക്കോട്ടെ, വിലക്കയറ്റമായിക്കോട്ടെ, പെട്രോളിന്റെ സെസ് ആയിക്കോട്ടെ, അങ്ങനെ ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള അനവധിയായിട്ടുള്ള വിഷയങ്ങൾ നടന്നു. മറുവശത്ത് ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള രീതിയിൽ ഇവരുടെ ജോലി എന്താണ്? ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള രീതിയിൽ ഇവർക്ക് എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്? എല്ലാ തവണയും പിണറായി വിജയനും VD സതീശനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് അപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഇവരെവിടെ നിർവഹിച്ചു എന്ന് ജനങ്ങൾ പറയട്ടെ. ജനങ്ങൾ അതിന് തീർച്ചയായിട്ടും വിധി എഴുതുക തന്നെ. ഇപ്പൊ ശബരിമല വിഷയത്തിൽ, ശബരിമല സമരത്തിന് മാത്രമായിട്ട് ഞാൻ പറയാം. ശബരിമല സമരത്തിന്റെ തുടക്കത്തിൽ, ശബരിമല ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് പറഞ്ഞിരുന്നത് അതിന് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞു തരണമെങ്കിൽ തിരുത്താം. പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ അവരുടെ നിലപാട് എവിടെയാണ്? അടൂർ പ്രകാശിന്റെ പേര് വന്നപ്പോൾ, സോണിയാഗാന്ധിയുടെ പേര് വന്നപ്പോൾ, എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു എന്ന്. അങ്ങനെ ഏതൊരു വിഷയം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യലും അവസാനം അഡ്ജസ്റ്റ്മെന്റിനും ഒക്കെ അപ്പുറത്തേക്ക് എന്താണ് നടന്നിട്ടുള്ളത്? അതിനർത്ഥം എന്ന് പറയുന്നത് കേരളത്തിലെ LDF-നെയും അതോടൊപ്പം തന്നെ UDF-നെയും ജനം മടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ പച്ചയ്ക്ക് മതവർഗീയത പറയുന്ന ഒരു മുന്നണി ഈ രാജ്യത്ത് തന്നെ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ KM ഷാജി എന്താ പറയുന്നത്? KM ഷാജി പറയുന്നത് ഈ തവണ UDF തിരിച്ചു ഭരണത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ 9-10 വർഷം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. എന്ന് പറഞ്ഞാൽ UDF, കോൺഗ്രസ്, അവരോടൊപ്പമുള്ള കേരള കോൺഗ്രസ് ഒക്കെ ഭരണത്തിലെത്തുന്നത് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടുള്ള അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാനാണെന്ന്. ഒന്ന് ആലോചിക്കണം. മതമാണ് പ്രശ്നമെന്ന് ഉറച്ച് വീണ്ടും ഉറക്കെ പറയുന്ന ഒരു മുന്നണി ശബരിമലയായാലും മറ്റു വിഷയങ്ങളായാലും അഡ്ജസ്റ്റ്മെന്റ് ആയാലും ഒക്കെ നിങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയമാണ്. ഈ അഡ്വാൻറ്റേജ് ഉണ്ട് എങ്കിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് സജീവമായി കൊണ്ട് പോവുകയല്ലേ ചെയ്യേണ്ടത്? ചിലയിടങ്ങളിലൊക്കെ ഔദ്യോഗിക പ്രഖ്യാപനം വരും മുമ്പ് ചുവരെഴുത്തിനുള്ള അനുമതിയൊക്കെ കൊടുത്തു പ്രചരണമൊക്കെ ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. നോക്കൂ, ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസ് വിട്ടുവന്ന ബാബു ദിവാകരനെ, സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വിട്ടുവന്നയാളെ ഷോളിട്ട് സ്വീകരിച്ച് കുന്നത്തുനാട് മത്സരിപ്പിക്കും എന്ന് പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം നമ്മൾ കണ്ട കാഴ്ച. അപ്പോൾ അവിടെ നിന്ന് വരുന്നവരെ സ്വീകരിക്കുക, ഷാൾ അണിയിക്കുക എന്നതിനപ്പുറം നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ടോ?
എന്താ പ്രശ്നം തരാം ഒന്ന് നോക്കൂ. ഇത്ര കാലം പറഞ്ഞിരുന്നില്ലാതെ നാളെ പുതിയ വിഷയം ഉണ്ടാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പറ്റുമോ? കഴിഞ്ഞ 10 വർഷം എന്താണോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എന്താണോ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ളത് ആ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടല്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അല്ലാതെ ഇപ്പൊ പുതിയ വിഷയം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? എന്താണോ പറഞ്ഞു വന്നിരുന്നത് അത് തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ്. പിന്നെ ഇവിടെ കുന്നത്തുനാട് ഉണ്ടായിട്ടുള്ള വിഷയം വെച്ചാൽ ഇന്ന് പറവൂര് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രതിപക്ഷ നേതാവിന് MLA-ക്കെതിരെയുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം കുന്നത്തുനാട് പോയി. അതിന് രേണുകയോട് പറഞ്ഞിട്ട് തന്നെ പോകാൻ വേണ്ടിട്ട് പാടുള്ളൂ, ന്യൂസ് 18 പറഞ്ഞിട്ട് തന്നെ പോകാൻ വേണ്ടിട്ട് പാടുള്ളൂ എന്ന് പറയാൻ വേണ്ടി പറ്റും. സ്ഥാനാർത്ഥികൾ ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായി? ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് എത്ര മണിക്കൂറായി? അതിൽ LDF-ന്റെ സ്ഥാനാർത്ഥികൾ വന്നു. ഞങ്ങൾക്കിപ്പോ ഇന്നത്തെ വിഷയം തരാം. ഇപ്പൊ LDF-നെ പോലെ ഞങ്ങൾക്ക് ഈ ഇവിടെ ഇരുന്നിട്ട് മറ്റേ പാൻറ് ഇട്ടിട്ടുണ്ടെങ്കിൽ മുണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി, പാൻറ് ഇട്ടിട്ടുണ്ടെങ്കിൽ ദേശീയ കമ്മിറ്റിയും അല്ല. ഞങ്ങൾക്ക് അതിനൊരു സിസ്റ്റം ഉണ്ട്, ഒരു സംവിധാനമുണ്ട്. അത് ഇവിടെ നിന്ന് കൃത്യമായിട്ട് കോൺഗ്രസ് പറയുന്നു. എത്ര മണിക്കൂറിനകം നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് ശ്യാംരാജിന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും നേതാക്കൾ അക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? രേണുക അത് പറയുന്നു. രേണുക ഇത്ര ടെൻഷൻ അടിക്കല്ലേ? രേണുക അതിന് ഇത്ര ടെൻഷൻ അടിക്കല്ലേ? എത്ര മണിക്കൂറിനുള്ളിൽ എന്ന് പറയുന്നതാണോ കാര്യം ഇരിക്കുന്നത്? അത് ജയിക്കുന്നതാണോ അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നതാണോ കാര്യം? ഇത് വരും. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും അടുത്ത സമയത്ത് തന്നെ വരും. അത് ഇവിടെ ചാനലിൽ നിന്നിട്ട് പറയേണ്ട ആൾ ഞാനല്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും, കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ, ഏറ്റവും അടുത്ത സമയത്തിനുള്ളിൽ ഇത് വരിക തന്നെ ചെയ്യുമെന്നേ. അതിനകത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം പോലല്ലോ. ഇപ്പൊ 24 മണിക്കൂറിനകത്ത് വരും എന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയണം നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ വരും, കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടതാണ്. ഇവിടെ സ്ഥാനാർത്ഥിനെ 24 മണിക്കൂറിനാണോ 22 മണിക്കൂറിനാണോ 10 ആണോ 12 ഇതൊന്നും അല്ല മാറ്റർ എന്ന് പറയുന്നത്. ഏത് വിഷയം വെച്ചിട്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്, ജനങ്ങൾ ആ വിഷയങ്ങളെ എങ്ങനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, ഫൈനൽ വരുന്ന റിസൾട്ടിൽ വോട്ട് എണ്ണി കഴിയുമ്പോൾ റിസൾട്ട് എന്താണ്, ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്. അല്ല സ്ഥാനാർത്ഥികളെ മണിക്കൂറുകൾ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടെങ്കിൽ ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശരി, താങ്കൾ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ മോഹൻ വർഗീസ്, നോക്കൂ. അല്ല, കേട്ടില്ല. രേണുക ഒറ്റയ്ക്കായിരുന്നു. രേണുക ഒരു കാര്യം ഒന്ന്, നിങ്ങളുടെ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് എനിക്ക് നിങ്ങൾ എന്താ പറയുന്നത് കേൾക്കുന്നില്ല. നിങ്ങൾ എനിക്ക് എന്റെ ഇയർഫോണൊക്കെ മാറ്റി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞിട്ട് ഇനി അതാണ് BJP പ്രതിനിധി പറഞ്ഞതെന്ന് രേണുക പറയരുത്. ഇല്ല, താങ്കൾ അത് കേട്ടില്ലല്ലോ. ഞാൻ താങ്കൾ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ മാത്രമേ എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ട് അങ്ങനെയാണ് BJP-യുടെ പ്രതിനിധി പറഞ്ഞതെന്ന് രേണുക പറയേണ്ടതില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോ കേരളത്തെ സംബന്ധിച്ച് ചെറിയ സംസ്ഥാനമാണ് വലിപ്പത്തിലെങ്കിൽ പോലും ഈ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ജനങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അത് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുന്നവരാണ്. നമുക്കറിയാം 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റം സംഭവിച്ചിരുന്ന നാടാണ്. പക്ഷേ അത് ഇപ്പോൾ തുടർ ഭരണത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഹാട്രിക് തികയ്ക്കുക എന്നതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ലക്ഷ്യം. അത് മുന്നിട്ട് അവർ പ്രവർത്തിക്കുകയാണ്. ഒപ്പം തിരിച്ചുവരവ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായ, അത് കേരളത്തിലെ സാഹചര്യത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാഹചര്യം നോക്കിയാൽ പോലും ഏറ്റവും അത്യാവശ്യമായ ഘട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചുവരവ് എന്നത്. BJP-യെ സംബന്ധിച്ച് ഒരുപാട് കാത്തിരിപ്പായി. കേന്ദ്രം പോലും കൈവിട്ടോ എന്ന് തോന്നിപ്പോവും. പ്രധാനപ്പെട്ട നേതാക്കളുടെ കേരളത്തിലേക്കുള്ള വരവും ഒരു പ്രഖ്യാപനവും ഇല്ലാതെ അവർ തിരിച്ചു പോകുന്നതും കാണുമ്പോൾ കേന്ദ്രം പോലും കൈവിട്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ആവശ്യത്തിന് സമയം ജനങ്ങളെ കാണാൻ, നേരിട്ട് കാണാൻ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പോലും ലഭിക്കുന്നില്ല എന്ന് വരുന്നത് ഈ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ല. കാരണം ആവശ്യത്തിൽ കൂടുതൽ പ്രചരണം ഇപ്പം സ്ഥാനാർത്ഥി അടിസ്ഥാനത്തിലല്ല എങ്കിൽ പോലും രാഷ്ട്രീയ കക്ഷികൾക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് എന്ന് യാത്ര നടത്തിയും സമ്മേളനം നടത്തിയും റോഡ് ഷോ നടത്തിയും എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞ് ഓൾറെഡി. ഇനിയിപ്പോൾ വേണ്ടത് മണ്ഡലം തിരിച്ച് സ്ഥാനാർത്ഥികളുടെ കൃത്യമായ ഒരു ചിത്രം വരികയും മണ്ഡലം അനുസരിച്ചുള്ള വികസന അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുകയും പ്രകടന പത്രികകൾ മുന്നോട്ട് വയ്ക്കുകയും അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോവുകയും. ഒരു 23-24 ദിവസങ്ങൾ എന്നത് ന്യായമായ സമയമാണ്. അതിൽ കൂടുതൽ ഒരു ഇൻറ്റൻസിറ്റി പിടിച്ചു നിർത്താനാവില്ല. ഒരു ഘട്ടത്തിലും ഒരേ ഇൻറ്റൻസിറ്റിയിൽ 23-24 ദിവസമൊക്കെ ഈ സമയത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഏറെ സമയം ലഭിക്കുന്നില്ല എന്നത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അവിടെ ഇനിയും
ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും ഏറെ സമയം എടുത്തുകൊണ്ട് ഒരുപാട് ചർച്ചകളിലൂടെ ഇനിയും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് നീങ്ങാനാണ് എങ്കിൽ ഒരുപക്ഷെ ഇനി മുതലുള്ള വിലപ്പെട്ട സമയം നഷ്ടപ്പെടും. ഇടതുപക്ഷം അതിൻ്റെ മിക്ക സ്ഥാനാർത്ഥികളെയും മിക്ക ഘടകകക്ഷികളുടെയും സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഉടനെ രംഗത്ത് വന്നു, അല്ലെങ്കിൽ ഉടനെ വന്നുകൊണ്ടിരിക്കുന്നു. അതൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാനില്ല. ഒരുപക്ഷെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ, സ്ഥാനാർത്ഥികളെ കണ്ടതിന് ശേഷം ലാസ്റ്റ് മിനിറ്റ് മിനുക്കുപണികൾ ഇന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഏറ്റവും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.